വീണ്ടും വമ്പൻ മാറ്റങ്ങളോട് കൂടിയാണ് SLC 2025 നിങ്ങളെ കാത്തിരിക്കുന്നത്. ഈ വർഷം SLC എഴുതാൻ വേണ്ടി പോകുന്ന വിദ്യാർത്ഥികൾ നിർബന്ധമായും കണ്ടിരിക്കേണ്ട ഒരു വീഡിയോ ആണ് ഈ വീഡിയോ. ബിക്കോസ് നിങ്ങളെ ഈ ഒരു വർഷം 10ാം ക്ലാസ്സിൽ വലിയ മാറ്റങ്ങൾ വരാൻ വേണ്ടി പോകുന്നു. മിനിമം മാർക്ക് പലരും ചോദിച്ചിരുന്നു 10ാം ക്ലാസ്സിൽ മിനിമം മാർക്ക് നടപ്പിലാക്കിയപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചിരുന്നു 10ാം ക്ലാസ്സിൽ മിനിമം മാർക്ക് നടപ്പാക്കിയില്ലെങ്കിലും എന്തായാലും തോൽക്കുമല്ലോ, അല്ലെങ്കിൽ പാസ്സാവണമെങ്കിൽ എന്തായാലും മാർക്ക് വേണം, അല്ലാതെ ഓൾ പാസ് സിസ്റ്റം 10ാം ക്ലാസ്സിൽ ഞാനിങ്ങനെ ആലോചിച്ചിരുന്നു. അപ്പോഴാണ് എനിക്ക് അതിന്റെ ക്ലിയർ കട്ട് യാഥാർത്ഥ്യം ഇന്ന് രാവിലെ ന്യൂസ് പേപ്പറിൽ ഞാൻ കണ്ടു. എന്താ കാര്യം, ചിലപ്പോൾ ചില ആളുകൾ അറിഞ്ഞിട്ടുണ്ടായിരിക്കും 10ാം ക്ലാസ്സിൽ ഈ വർഷം നിങ്ങൾ പബ്ലിക് എക്സാം എഴുതാൻ വേണ്ടി പോകുന്ന സമയത്ത് നിങ്ങളുടെ മോഡൽ എക്സാമിന് ഒരു മിനിമം മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഏത് എക്സാം എഴുതാൻ സാധിക്കില്ല, ഫൈനൽ എക്സാം എഴുതാൻ സാധിക്കില്ല. പലരും ഞെട്ടിത്തരിച്ച് നിൽക്കുന്നത് എന്തൊക്കെയാണ് 10ാം ക്ലാസ്സുകാരുടെ തലയിൽ ഇട്ട് തരുന്നത്. പക്ഷെ തലയിലേക്ക് ഇട്ട് തരുന്ന ഒരു സാധനമല്ല, സിസ്റ്റം മാറണം എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. കാരണം നിങ്ങൾ നിലവിലെ പ്ലസ് ടു ഒക്കെ പഠിക്കുന്ന ഒരുപാട് വിദ്യാർത്ഥികൾക്ക് ബേസ് എന്ന് പറഞ്ഞ സാധനമില്ല. ചിലപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ അവരൊക്കെ ഉണ്ടായിരിക്കാം. നിങ്ങളെ പറ്റി ഒന്ന് ആലോചിച്ച് നോക്കൂ. കൃത്യമായ രീതിയിൽ ഹൈസ്കൂളിൽ പഠനം നടത്താതെ ഓൾ പാസിൽ ഇങ്ങനെ പാസ്സാക്കി വെച്ചിട്ട് അവസാനം ഒന്നുമില്ല. അതുകൊണ്ടാണ് ഗവൺമെന്റ് ഇത്തരത്തിൽ പുതിയ നയങ്ങൾ കൊണ്ടുവരുന്നത്. 8ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് മുതൽ UP പോലും മിനിമം മാർക്ക് കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ മിനിമം മാർക്ക് എന്ന് പറയുന്നത് വലിയൊരു ക്രൈറ്റീരിയ ആയി മാറുകയാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഭയങ്കരമായി കുട്ടികൾ തോൽക്കൂലേ, ക്ലാസ്സിൽ കുട്ടികൾ ഇല്ലാത്ത അവസ്ഥ വരില്ലേ, ചില ക്ലാസ്സിൽ കൂടെ കുട്ടികൾ ഇരുന്നു പോലെയും, അതൊക്കെ പലരും പറയുന്നുണ്ട്. അതുപോലെ തന്നെ പല ടീച്ചേഴ്സും ഇതിന്റെ പുറകിലൊരു പറയുന്ന മറ്റൊരു കാര്യം, ടീച്ചേഴ്സ് ആരെയും തോൽപ്പിക്കൂല, വെറുതെ ഒരു എക്സാം നടത്തും, അതിൽ പാസ്സാക്കിയിടും, ആ രീതിയിലൊക്കെയാണ് പറയപ്പെടുന്നത്. പക്ഷെ ഇതിന്റെ ഏറ്റവും വലിയൊരു ഒരു അവയർനെസ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾ, നിങ്ങളെപ്പോലുള്ള പല വിദ്യാർത്ഥികൾക്കും ഇതൊരു കോൺഷ്യസാണ്, നമ്മൾ പഠിക്കണം എന്നൊരു ചിന്ത കുട്ടികളിലേക്ക് വരുന്നുണ്ട്. അതൊരു പോസിറ്റീവ് തന്നെയായിട്ട് ഞാൻ ഇതിനെ കാണുന്നത്. അപ്പോൾ ഈ വർഷം 10ാം ക്ലാസ് എഴുതാൻ വേണ്ടി വിദ്യാർത്ഥികൾ മിനിമം മാർക്ക് എന്ന് പറഞ്ഞ സാധനം ഇല്ലെങ്കിൽ ഫൈനൽ എക്സാം എഴുതാൻ കഴിയില്ല എന്ന് തന്നെ നിങ്ങൾ കൂട്ടിക്കോ. അതായത് ഓണപരീക്ഷ മുതൽ നിങ്ങൾ ഞാനിപ്പോൾ വീഡിയോ കാണുന്ന ഡേ 1 മുതൽ നിങ്ങൾ പഠിച്ചു തുടങ്ങിക്കോ. പുതിയ ടെക്സ്റ്റ് ബുക്ക് വന്നിട്ടുണ്ട്, നിങ്ങൾ പല സെൻറ്റേഴ്സിലൊക്കെ പഠിക്കാൻ ആരംഭിച്ചിട്ടുണ്ടാവും, അതൊക്കെ പഠിച്ചു തുടങ്ങിക്കോ. ഓണം എക്സാം കറക്റ്റ് നിങ്ങളൊരു ഷോർട്ട് ടേം ഗോൾ പോലെ, ആദ്യം ഓണം എക്സാം ഉള്ളവർ നന്നായി പഠിക്കുന്നു, നല്ല മാർക്ക് സ്കോർ ചെയ്യുന്നു, ക്രിസ്മസ് വരെ രണ്ടാമതൊരു ഷോർട്ട് ടേം ഗോളായി നിങ്ങൾ അതിനെ കണക്കാക്കും, നന്നായി പഠിക്കുന്നു. ദെൻ ആഫ്റ്റർ നിങ്ങൾ എന്ത് ചെയ്യുക, ഫൈനൽ എക്സാമിലേക്ക് നിങ്ങൾ പോവുക. അല്ലാതെ ഞാനിതൊക്കെ പഠിച്ച് ഞാൻ ഫൈനൽ എക്സാമിൽ നന്നായി പഠിച്ചോളാം എന്ന് വിചാരിക്കാൻ വേണ്ടി നിങ്ങൾ പോകുന്നെങ്കിൽ നിങ്ങളായിരിക്കും ഏറ്റവും വലിയ പൊട്ടന്മാർ. അത്ര ഞാൻ പറയുള്ളൂ. പഠിച്ചോ മക്കളെ, വേണം പഠിച്ചോ, ഇല്ലെങ്കിൽ പണി വാളും. എക്സാമും സംവിധാനങ്ങളൊക്കെ ടഫ് ആവാനുള്ള സാധ്യത, ടഫ് ആവാൻ എന്താ ഉദ്ദേശിക്കുന്നത്, പഠിക്കാത്തവരാണ് ഞാൻ പറയാം. പഠിച്ചവർക്ക് ഒരു കുഴപ്പമില്ല. ഇന്ന് മുതൽ പഠിച്ചു തുടങ്ങുന്ന ആളുകൾക്ക് എല്ലാ ഡെയിലും അന്ന് എടുക്കുന്ന കാര്യങ്ങളൊക്കെ പഠിച്ചു പോകണം, ഒരു കുഴപ്പമില്ല, അവർ ഈസി ആയിട്ട് എഴുതി പോകും. ഇത് അവസാന നിമിഷത്തേക്ക് മാറ്റി വെക്കുന്ന മെജോറിറ്റി കുട്ടികളാണ്. നന്നായി പഠിക്കുന്ന കുട്ടികളെ ഒരു ക്ലാസ്സിൽ ചിലപ്പോൾ 20% 25% ഉണ്ടായിരിക്കുള്ളൂ. ബാക്കി ഒരു 25% ഒരു ആവറേജ് കുട്ടികളായിരിക്കും. ബാക്കി വരുന്ന കുട്ടികളായിരിക്കും പറഞ്ഞാൽ ലാസ്റ്റ് മിനിറ്റ് കുട്ടികൾ. അവർക്കാണ് നല്ല 8ന്റെ പണി കിട്ടുക. സോ മിനിമം മാർക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അത് നിങ്ങളുടെ മോഡൽ എക്സാമിന് മിനിമം മാർക്ക് ഉണ്ടെങ്കിലേ പബ്ലിക് എക്സാം എഴുതാൻ വേണ്ടി സാധിക്കുള്ളൂ. സോ നോട്ട് ബി വെയർ, ജസ്റ്റ് അവെയർ ഓഫ് ഇറ്റ്. നിങ്ങൾ അതിനെ പേടിക്കേണ്ട, ബോധവാന്മാരായിരിക്കും. ഓക്കെ. സോ ആദ്യം ഒരു ചാനൽ കാണുന്നത് സബ്സ്ക്രൈബ് വേണ്ടി മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ കൊടുക്കുക. ആൻഡ് നിങ്ങളുടെ കൺസേൺ നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ആൻഡ് അടുത്തൊരു വീഡിയോ കാണുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ് നിഹാൽ പെർസ്പെക്റ്റീവ്.